ഗൈസ് നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ആൺവീലി നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു 90% ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓരോ ലൈക്സൊക്കെ തരാം കേട്ടോ, ഓരോ കമൻറ്റൊക്കെ ഇടാം. നിങ്ങളെപ്പോലുള്ളവരുടെ ഓരോ ലൈക്സും കമൻസും ആണ് നമുക്ക് ഓരോരോ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡെയിലി ഒബ്സർവേഷൻ വീഡിയോ കേട്ടോ. ഇന്ന് നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ ഉണ്ട്, എന്താ TVSന്റെ ഷോറൂമിൽ നിന്ന്. ഇന്നാണെങ്കിൽ അവരുടെ ഐക്യൂബ് ഇന്ന് ഐക്യൂബിൻ്റെ ആണെങ്കിൽ ലോഞ്ച് ഉണ്ട്. അപ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ ഇൻവൈറ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ എടുത്തില്ല, നമ്മുടെ ഓവാക്കാവിലുള്ള TVSന്റെ ഷോറൂം. അവിടോട്ട് കേട്ടോ പോകുന്നത്. അവരെ നമ്മളെ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിനി നേരെ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ നേരെ ഷോറൂമിലേക്ക് കേട്ടോ വന്ന്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ള വണ്ടി നമ്മുടെ ഡിയോ കേട്ടോ. നമ്മുടെ പഴയ ഒരു സൂപ്പർ സ്റ്റാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സ്കൂട്ടർ കേട്ടോ ഇത്. നമ്മളെന്തായാലും ഒരു സ്കൂട്ടറിൻ്റെ ഒരു ലോഞ്ചിനില്ലേ പോകുന്നത്, അപ്പം നമുക്ക് സ്കൂട്ടറിൽ തന്നെ പോകാമെന്ന് വെച്ച് ഞാനിപ്പം ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ. നമ്മളടുക്ക് 2 മണിന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ലേറ്റായി. അത്യാവശ്യമല്ല, ചെറിയ രീതിക്കൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. നമുക്കെന്തായാലും ഒരു ഷോർട്ട് കട്ടുണ്ട്, അതെടുത്തിട്ട് പോവാം. നമ്മളെന്തായാലും മെയിൻ റോഡ് വഴി പോകുന്നില്ല. ഒന്നാമത് ഇപ്പം തന്നെ താമസിച്ച് ഹൈവേ കൂടെ പോകണ്ട. കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ നമ്മുടെ പരിപാടികളെന്ന് വെച്ചാൽ ജസ്റ്റ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡെയിലി ഒബ്സർവേഷൻ വീഡിയോയാണ്. അതിനകത്ത് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് പോകേണ്ടത് നമ്മുടെ ഷോറൂമിലാണ്. TVSന്റെ ഷോറൂമിൽ പോകണം. അവിടെ നമ്മുടെ ഐക്യൂബില്ലേ, പുതിയ ജനറേഷൻ ഐക്യൂബിൻ്റെ ലോഞ്ചുണ്ട്. അത് അറ്റൻഡ് ചെയ്യണം. പിന്നെ നമുക്ക് ഹുസ്ക്വർണയുടെ ഷോറൂമിൽ പോകണം. ഹുസ്ക്വർണയുടെ ഷോറൂം മീൻസ് KTMന്റെ ഷോറൂം. നമ്മൾ സ്ഥിരം പോകുന്ന നമ്മുടെ KTMന്റെ ഷോറൂമിൽ പോകണം. ഹുസ്ക്വർണ സൗത്ത് പില്ലിൻ്റെ റിവ്യൂ എടുക്കാനായിട്ട് പോകണമായിരുന്നു. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. എനിക്കറിയത്തില്ല ഇന്ന് അതിൻ്റെ റിവ്യൂ എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. എന്ന് വെച്ചാൽ അപ്പം തന്നെ ഏകദേശം 3 മണിയാവുന്നു, 2:30 സംതിങ് ആവുന്നു. ഇപ്പോൾ ഇവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് ടൈം എത്ര ആവുമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല, ലെറ്റ്സ് നമുക്ക് നോക്കാം. എന്തായാലും നമ്മളൊരു ഷോർട്ട് കട്ട് എടുത്ത് വന്നേക്കുക. ഷോർട്ട് കട്ടായതുകൊണ്ട് എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം. ഇതുകൊണ്ട് ബ്രേക്കൊന്നും ഇല്ല. നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. നമ്മളാണെങ്കിൽ ഹൈവേ കയറി ഹൈവേയിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എല്ലാം റോഡിൻ്റെ പണി ഒരു സൈഡ് അത്യാവശ്യം കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡ് എല്ലാം മറ്റേ മണ്ണൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവിടെ ഫ്ലൈ ഓവർ ഒന്നും കാണത്തില്ല. ഇവിടെ അല്ലാത്ത നോർമൽ റോഡ്സ് ആയിരിക്കണം, അതാണ് എൻ്റെ ഒരു വിശ്വാസം. അറിയില്ല കറക്റ്റ്. എന്നുവെച്ചാൽ ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ കിടക്കുന്നത്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പം ഒരു കരുനാപ്പള്ളി നമ്മുടെ ഷോറൂമൊക്കെ നിൽക്കുന്ന ആ ഭാഗമില്ലയോ, അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് പോകുന്നിടത്തൊക്കെ അത്യാവശ്യം നല്ലോണം അവിടുത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, വണ്ടി ഓടിക്കാൻ അത്യാവശ്യം നല്ല രസം കേട്ടോ. ഇതാണ് ഈ ഹോണ്ടയുടെ വണ്ടിയുടെ ഒരു ഗുണം. നാളെ കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് എപ്പോൾ വണ്ടി ഓടിച്ചാലും ഒരു ഫ്രഷ് ഫീൽ എപ്പോഴും ആ ഒരു എൻജിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടും. അങ്ങനെ വണ്ടി കുറേ ഓടിയാണെങ്കിലും വൈബ്രേഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഓക്കെയാണ്. ഇതാണ് ഹോണ്ടയുടെ സ്കൂട്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകത. നൈസാണ് വണ്ടി, നമുക്ക് സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. ബാക്കിയുള്ള സ്കൂട്ടേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മെയിൻ്റനൻസ് സൈഡ് ഒരു ഇത്തിരി കൂടുതലല്ല കേട്ടോ. ഒരു ഇത്തിരി കൂടുതലെന്ന് പറയുമ്പം കമ്പാരിറ്റീവ്ലി അതർ സ്കൂട്ടേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ ഹീറോസിൻ്റെ സ്കൂട്ടേഴ്സൊക്കെ ഇല്ല, ആ ഒരു സെഗ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ ഇത് ഇച്ചിരി ഒന്ന് എക്സ്പെൻസീവായിട്ട് നമുക്ക് തോന്നും. അതർവൈസ് ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പം ഓച്ചർ കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഷോറൂം ഇനിയും ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം. ഇവിടുത്തെ ലോഞ്ച് കഴിഞ്ഞാൽ എന്തോന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഗൈസ്. എവിടെ പോകാനിറങ്ങിയാലും ഇതാ അവസ്ഥ, ലേറ്റ് ആവും. KSRTC വരുന്ന വഴവ് കണ്ടില്ലേ, ഇതുവഴിയൊക്കെയാണ് അവന്മാർ കയറി വരുന്നത്.
രക്ഷയില്ലാതെ കയറി വരുന്നത്. ഇവിടെ ഒരു കുറച്ച് ഭാഗം ഇവിടെ ഇങ്ങനെ ടാർ ചെയ്തിട്ടേക്കും കേട്ടോ. അതെന്തായാലും കൊള്ളാം, നല്ല രസമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഹൈറ്റ് ഇവിടുത്തെ റോഡും പൊങ്ങുമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്രോസല്ല ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പ് പോലുള്ള റോഡ്സ് ആയിരിക്കണം ചിലപ്പോൾ ഇവിടെ വരുന്നത്. എനിക്കറിയില്ല അതിനെപ്പറ്റി കാര്യമായിട്ടൊന്നും. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞില്ലേ, നമ്മുടെ പൾസറിൻ്റെ വീഡിയോയ്ക്കകത്ത് N150-യുടെ. നിങ്ങൾക്ക് ഈ റോഡ് പണി അങ്ങനെയുള്ളതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു ലോങ് സ്ട്രെച്ച് പണി എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഏകദേശം നമ്മൾ ഷോറൂം എത്താറായി. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 7-8 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. നമ്മുടെ ഷോറൂം അവിടെ ആ കാണുന്നതാണ് നമ്മുടെ ഷോറൂം. വണ്ടി ഉണ്ടോ ബാക്കിൽ? ഇല്ല, കുഴപ്പമില്ല. വണ്ടി ഉണ്ടല്ലോ. വണ്ടിയില്ല, നമുക്ക് ഇറക്കാം. അങ്ങനെ നമ്മുടെ ഷോറൂമിൽ വന്ന് നമ്മളിപ്പോൾ ഷോറൂമിൽ വന്നിട്ടുണ്ട്. ഷോറൂമിൽ വന്ന് നമ്മൾ വന്നപ്പോൾ ഇവിടെ പാട്ടൊക്കെ വെച്ചേക്കായിരുന്നു. നമ്മൾ പറയുമ്പോൾ പാട്ടൊക്കെ ഓഫ് ചെയ്ത് തന്നു കേട്ടോ. എന്നുവെച്ചാൽ കോപ്പി റൈറ്റ്സിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ലോഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത്യാവശ്യം സൗണ്ടായിരിക്കും, അതുകൊണ്ട് പറയുന്നത് എത്രമാത്രം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന വണ്ടിയില്ലേ, നമ്മുടെ iQube, അതിവിടെ ഇരിപ്പുണ്ട്. നമ്മളെ RSNL ബാക്ക് വരുന്ന RTR 310 അതും ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ കാണിച്ചില്ലേ, അത് തന്നെ. അത്യാവശ്യം രസമുണ്ട് കേട്ടോ കാണാൻ. നമ്മുടെ ലോഞ്ചും കാര്യങ്ങളും ഏകദേശം തുടങ്ങാറായി കേട്ടോ. എല്ലാവരും ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്കാണെങ്കിൽ 2 ചീഫ് ഗസ്റ്റുകളോട് ഉണ്ട് കേട്ടോ. സാർ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഞാൻ കരുനാഗപ്പള്ളി സബ് RTO ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. എൻ്റെ പേര് സമീർ. ഓക്കെ, സാറിൻ്റെ പേര്? സാറിൻ്റെ പേര് ജസ്റ്റ് ഒന്ന് പറയാമോ? ഓക്കെ. ഇവർ രണ്ടുപേരാണ് നമുക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇന്ന് ഇവിടെ വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ ലോഞ്ചും കാര്യങ്ങളും ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളെ വണ്ടി ഇവിടെ ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചേപ്പോണ്ട്, എല്ലാം പുതച്ചുകൊണ്ട് വെച്ചേപ്പോണ്ട്. നമ്മുടെ പിന്നെ ചെറിയ ചടങ്ങുകളും കാര്യങ്ങളില്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേപ്പോണ്ട്. ചെറിയ രീതിക്കുള്ള ഒരു വിളക്ക് കൊടുത്തൽ പരിപാടി, അങ്ങനെ സംഭവങ്ങളാണ് ഇന്ന് ഇപ്പം നടക്കുന്നത്. നമ്മുടെ സമീർ സാറാണ് വിളക്ക് കൊടുക്കുന്നത്. എല്ലാവരും ബാക്കിലുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പ്രോബ്ലം കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നൈസ്. എല്ലാവരും വിളക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഗൈസ്, നമ്മുടെ വണ്ടിയാണെങ്കിൽ ഇപ്പൊ അൺവീൽ ചെയ്ത് വണ്ടിയെല്ലാം അൺവീൽ ചെയ്തത്. നമ്മുടെ ഒരു വൈറ്റ് കളർ കേട്ടോ വരുന്നത്. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് കാണാൻ. പോപ്പർ പൊട്ടി എല്ലായിടവും ആയി. കൊള്ളാം, രസമുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ഒരു വൈറ്റ് കളർ വരുന്നത് കേട്ടോ. രണ്ട് വർഷമായിട്ട് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴാണ് അതിന്റെ സർവീസിന്റെ കാര്യങ്ങൾ പറയുന്നത്. അതനുസരിച്ച് നമുക്കിപ്പോൾ വന്നിട്ടുള്ള 2 വേരിയന്റ് ആണ്. ഇത് ബേസ് വേരിയന്റ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് 4 മണിക്കൂർ പെർ ചാർജ് 100 കിലോമീറ്റർ വരെ ഓടിക്കാൻ പറ്റും. പിന്നെ തന്നെ ഇതിന് മുതലുള്ള ടോപ്പ് വേരിയന്റ് ആണ് iQube S എന്ന് പറയുന്നത്. അതും 4.5 മണിക്കൂർ ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കിലോമീറ്റർ ഓടിക്കാൻ പറ്റും. ഇതിന് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് iQube ST എന്ന് പറയുന്നത്. അത് നമുക്ക് 143 കിലോമീറ്റർ വരെ പെർ ചാർജ് നമുക്ക് ഓടിക്കാൻ കഴിയും. ഇതിന്റെ കളർ വരുമ്പോൾ റെഡ് വരുന്നുണ്ട്, ബ്രൗണും വരുന്നുണ്ട്. എസ് വരുമ്പോൾ ബ്രൗണും കോപ്പർ ബ്രൗണും ബ്ലൂവും വരുന്നുണ്ട്.
ഇതിന്റെ വില എന്ന് പറയുമ്പോൾ 1,59 റേറ്റ് വരുന്നത്. ഇതിന്റെ ഫിനാൻസ് വരുമ്പോൾ 25,000 രൂപ ആദ്യം ഡൗൺ ഏറ്റവും കുറേ ഡൗൺ 25,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എസ് ആവുമ്പോൾ 1,75 റേറ്റ് വരും. അതുപോലെ 25,000 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാസം ഒരു 4,000 EMI വരും. ഇതാണ് കേട്ടോ നമ്മുടെ iQube കീ വരുന്നത്. അത്യാവശ്യം നല്ല രസമുണ്ട് കീ കാണാനൊക്കെ ആയിട്ട്. ഒരു കാറിൻ്റെ ഒരു കീ സെറ്റപ്പ് പോലെയൊക്കെ 2 കീ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് സ്പെയർ ആയിരിക്കണം, ഒന്ന് മറ്റേ ഇതേപോലത്തെ കീ ആയിരിക്കും നോർമലി കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു സീറ്റേജ് വരുന്ന ടൈമില്ലേ 2 സൈഡിലും എനിക്ക് പ്ലാഞ്ചറ്റ് ഫുഡ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഞെരുങ്ങിയിരിക്കുന്നത് അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ വണ്ടി ഓണാക്കി കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് കീ വരുന്നത്. ജസ്റ്റ് കീ ഇവിടെ ഇടുക, നമ്മൾ നോർമൽ വണ്ടി ഓൺ ആക്കുന്ന പോലെ തിരിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോഴാണെങ്കിൽ ഇതാണെങ്കിൽ നമ്മുടെ TFT ഡിസ്പ്ലേ ഓണായി വരും കേട്ടോ. ഇതൊരു മിഡ് വേരിയൻറ്റ് വരുന്നത് കേട്ടോ. ഇതിന് 7 ഇഞ്ചായിട്ട് ഇതിൻ്റെ TFT വരുന്നത്, മറ്റേതിൻ്റെ 5 ഇഞ്ച് വരും. അത് ബേസ് മോഡൽ കേട്ടോ. ഇത് മിഡ് വേരിയൻറ്റ് വരുന്നതാണ്. ഇതിൻ്റെ മണ്ടയ്ക്കും വേറൊരു വേരിയൻ്റ് ഉണ്ട്, ST എന്ന് പറയുന്നത്. അതും അത്യാവശ്യം നൈസാണ് കേട്ടോ. അതിപ്പോൾ അവൈലബിൾ ആയിട്ട് ഇവിടെ വന്നിട്ടില്ല. എന്തൊക്കെ വരുന്നതെന്ന് ഞാൻ കാണിക്കും. ഇത് സൈഡ് സ്റ്റാൻഡ് കെട്ടണമല്ലോ. ഇതേ കഴിച്ച് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതൊരു അസാഡിൻ്റെ സ്വിച്ചാണ് കേട്ടോ. ഇത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് നമ്മുടെ അസാഡിൻ്റെ സ്വിച്ചായിരുന്നു. അത്യാവശ്യം സൗണ്ടും ഉണ്ട് കേട്ടോ. ഓഫ് ചെയ്തേക്കാം, സൗണ്ടാണ്. ഇത് പിന്നെ ആണെങ്കിൽ പാർക്ക് സ്വിച്ചായിരുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പാർക്കിലാണ് വണ്ടി കിടക്കുന്നത്. ഇത് ഒരു പാർക്ക് സ്വിച്ച് കേട്ടോ വരുന്നത്. ഇത് മോഡ് സെലക്ട് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. ഇത് 2 മോഡാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഒന്ന് പവർ മോഡും ഒന്ന് എക്കോ മോഡും. എക്കോ മോഡിനകത്ത് 50 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി സെറ്റപ്പ് ആട്ടോ വന്നേക്കുന്നത്. എക്കോ മോഡ് വരുമ്പോൾ നമ്മൾ പവർ മോഡ് വരുമ്പോഴാണെങ്കിൽ 80 വാട്ടിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് ആട്ടോ കിട്ടുന്നത്. അങ്ങനെ 2 ഔട്ട്പുട്ടും കാര്യങ്ങളും ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നോക്കുന്ന ടൈമിൽ നമ്മുടെ ഡിമ്മ് ബ്രൈറ്റ് അങ്ങനെയുള്ള സംഭവം പാസ് സ്വിച്ച് ഇല്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഇത് നാവിഗേറ്റ് ചെയ്യാനുള്ള ചെറിയൊരു ഡോങ്കിളാട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. അതും കൊള്ളാം. പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നേക്കുന്നത്. പിന്നെ ഇവിടെ ഫോണും അത്യാവശ്യം രസമുണ്ട് കേട്ടോ, നൈസായിട്ടുണ്ട്. ഇവിടെ ഒരു iQube ചെറിയൊരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തേപ്പുണ്ട്. ഇവിടെ ചെറിയ TVSൻ്റെ ലോഗോ ഉണ്ട്. ഇതിനകത്ത് കുറേ അധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പെയർ ചെയ്ത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ ബൂട്ടിൻ്റെ സ്പേസ് എത്രയുണ്ടെന്ന് നോക്കാം. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത്. ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കൊള്ളാം, നൈസായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. നമ്മളിനിയിപ്പം തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടി. ഇനിയിപ്പം വണ്ടിയുടെ ഓയിൽ മാറാനായിട്ട് പോകണം. അതിൻ്റെ താഴത്തെ ഓയിൽ മാറുന്ന സ്ക്രൂ ഇല്ലേ, നട്ട്, അതിനകത്തു നിന്നാണെങ്കിൽ ഇത് പോയിക്കൊണ്ടിരിക്കുക. ഓയിൽ ലീക്കാവുന്നുണ്ട് നല്ലോണം. അതാണ് പ്രശ്നം. നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് പോകുമ്പോഴത്തേക്കൊന്ന് എണ്ണ അടിച്ചിട്ട് പോവാം. ഇതിനകത്ത് എണ്ണ ഭയങ്കര കുറവാണ്. എന്തായാലും എണ്ണ അടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ഈ സൈഡിൽ പമ്പ് അപ്പുറത്തെ സൈഡിലുള്ളത് കുഴപ്പമില്ല. ഇവിടുന്ന് റോഡുണ്ട്, നമുക്ക് അപ്പുറത്ത് ഇറങ്ങി എണ്ണ അടിച്ചിട്ട് പോവാം. നല്ല തിരക്കാണല്ലേ പെട്രോൾ അടിക്കാൻ. ഈ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഇറങ്ങിയുള്ള പ്രശ്നമെന്ന് വെച്ചാലേ, നമ്മളെപ്പോഴും ഇറങ്ങിയിട്ട് ഈ സാധനം അടിക്കാൻ നിൽക്കണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇനി എണ്ണ അടിച്ചിട്ട് വരാവേ. എണ്ണയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകാം കേട്ടോ. നമ്മുടെ പുതിയ റോഡ് നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. ഇതിനകത്തൊക്കെ പ്രത്യേകിച്ചൊന്നും പൊളിക്കാനൊന്നും ഇല്ല. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. പുതിയ റോഡ് ഓപ്പണായിട്ട് കിടക്കുമല്ലേ, ജസ്റ്റ് ഒന്ന് നോക്കുന്നതേ ഉള്ളൂ. വണ്ടി അങ്ങനെ കയറത്തൊന്നുമില്ല അധികം. ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് നോക്കിയതാ കേട്ടോ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഏകദേശം വീടെത്താറായി. ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും
കാണിക്കാനുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണോടെ നിൽക്കുക.